നാരി ശക്തി ബന്ധൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതി. അതായത് സ്ത്രീകൾക്ക് നിയമസഭകളിലും ഒപ്പം പാർലമെൻറ്റിലും സംവരണം ഏർപ്പെടുത്തുക. 33% സംവരണം ഉറപ്പാക്കുന്ന പുതിയ പദ്ധതി കൂടിയാണ് നാരി ശക്തി ബന്ധൻ. അതായത് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കാൻ BJP സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാം ഉപരിയായി പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു. 543 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ എന്നുള്ളതിനോടൊപ്പം തന്നെ അധികമായി 273 മണ്ഡലങ്ങൾ കൂടി ഒപ്പം ചേരും. അതായത് 816 പാർലമെൻറ്റ് മണ്ഡലങ്ങളായി ഇന്ത്യയിൽ ഉയരും. ഇതിലൂടെ 33% സംവരണം സ്ത്രീകൾക്ക് ലഭിക്കും എന്നാണ് BJP നേതൃത്വം പറയുന്നത്. പരമാവധി സ്ത്രീകളെ നേതൃനിരയിലേക്ക് എത്തിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് AICC നേതൃത്വം ഇതിൽ ഒരു ആശങ്ക അറിയിച്ചത്. അതായത് 2011 സെൻസസുമായി ബന്ധപ്പെട്ട കണക്കുകൾ അനുസരിച്ച് മണ്ഡല പുനർനിർണയത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ അത് അംഗീകരിക്കാനാകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ആ കണക്കനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വാദഗതി. അതുകൊണ്ട് തന്നെ പുതിയ സെൻസസ് പട്ടിക അനുസരിച്ചുള്ള മണ്ഡല പുനഃക്രമീകരണം നടത്തണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രവുമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ ഏപ്രിൽ 16 തുടങ്ങി 3 ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെൻറ്റിലെ ഈ ബില്ലിന്മേലുള്ള ചർച്ച തൽക്കാലം ഒഴിവാക്കണം എന്ന ആവശ്യവും കോൺഗ്രസിനുണ്ട്. സ്ത്രീകളുടെ വോട്ട് പരമാവധി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ ഒരു ബില്ലുമായി BJP മുന്നോട്ട് വരുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. മാത്രവുമല്ല, ഈ ബില്ല് നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച നടത്തണമെന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഭിപ്രായമുണ്ട്. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുക വഴി സ്ത്രീ സംവരണത്തിൽ ഉൾപ്പെടേണ്ട SC/ST വിഭാഗങ്ങൾക്ക് എത്ര കണ്ട് സംവരണം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല എന്നാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു വാദം. എന്തായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംവരണം അല്ലെങ്കിൽ വനിതാ സംവരണം 33% ഉയർത്തുക തന്നെ ചെയ്യും എന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള പുനഃക്രമീകരണങ്ങൾ ഉണ്ടാകും. ആ പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായി BJPക്ക് അനുകൂലമായ തരത്തിൽ പല സ്ഥലങ്ങളിലും മണ്ഡലങ്ങൾ ക്രമീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആരോപണവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നാരി ബന്ധൻ വലിയ തരത്തിൽ വലിയ പിന്തുണ നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും നാരി ശക്തി ബന്ധൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPക്ക് അനുകൂലമാകുമെങ്കിലും അതിൽ കോൺഗ്രസിനും പ്രതീക്ഷയുണ്ട്. പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നൊരഭിപ്രായം കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെയുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ, വനിതാ നേതാക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സംവരണത്തിലൂടെ കഴിയും എന്ന് ഏകദേശം ഉറപ്പാണ്. പക്ഷേ ധൃതി പിടിച്ച ഇത്തരത്തിൽ ഒരു നടപടി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അതായത് പുതിയ സെൻസസ് പൂർത്തിയാക്കി ആളുകളുടെയും അതുപോലെ തന്നെ മറ്റു ക്രമീകരണങ്ങളുടെയും കുറിച്ചുള്ള ഒരു പുതിയ വിവരം ലഭിച്ചതിന് ശേഷം മതി സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്തായാലും സംവരണത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്തു കഴിഞ്ഞു. കോൺഗ്രസിന് വിയോജിപ്പില്ല. മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ ഏകസ്വരത്തിനോടൊപ്പം യോജിക്കുന്നില്ല എങ്കിൽ തന്നെയും അവരും തൽക്കാലം പിന്തുണയ്ക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ BJP കൃത്യമായും അതിനെ മുതലാക്കും. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് വേളകളിൽ വോട്ടിൻ്റെ രാഷ്ട്രീയമാക്കി മാറ്റാൻ BJP ശ്രമിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. എന്തായാലും BJPയുടെ പുതിയ ദൗത്യം കോൺഗ്രസ് ഒരു തരത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു തരത്തിൽ അതിൻ്റെ ഉള്ളിൽ വിയോജിപ്പിൻ്റെ ഒരു സ്വരം കൂടിയുണ്ട്. ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിലല്ല,
പല നേതാക്കന്മാർക്കും അവസരം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലാണ്.